ഇന്നലെ കളി കഴിഞ്ഞു, ഫൈനൽ കഴിഞ്ഞു. അന്നപ്പോൾ അർജന്റീന തോറ്റു, സ്പെയിൻ ജയിച്ചു. അന്ന് നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ടും സംസാരിക്കുന്ന വിഷയമുണ്ട്. കാരണം എന്താ അറിയോ, എന്തുകൊണ്ടാണ് അർജന്റീന തോറ്റതെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമ്മൾ തീർക്കണം. ഈ ഒരു വീഡിയോയിലെ സംശയങ്ങളൊക്കെ തീർക്കാം നമുക്ക്. ഒന്നാമത്തെ സംശയം എന്താണ്, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. നിങ്ങളെക്കാൾ നല്ല കളി അവർ കളിച്ചത് കൊണ്ട് മാത്രം അവർ തോറ്റ്, നിങ്ങൾ തോറ്റ്. മനസ്സിലാക്കണം. നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം മനസ്സിലാക്കാൻ ലഫറി കളിക്കാർ എങ്ങനെ കളിച്ചാലും ഒരു പ്രശ്നമില്ല. അർജന്റീന എങ്ങനെ കളിച്ചാലും ഒരു സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. ഏത് ലഫർ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള കാണികളുണ്ടായിരുന്നു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇത് പറ്റിയത് ബോൾ കൈ കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ കൊടുത്ത സമയത്തും മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ് പോലും അർജന്റീനക്ക് ബോൾ കൈ കിട്ടിയില്ല എന്നുള്ള. സ്പെയിൻ്റെ കൈ തന്നെയാണ്. ഏകദേശം 3 ഗോളുകൾ അടിച്ചിട്ടുണ്ട് അല്ലേ, മനസ്സിലാക്കാൻ. 3 ഗോൾ അടിച്ചിട്ടുണ്ട്. 2 ഗോള് ഫെയിലായി പോയി, 1 ഗോളെ അങ്ങ് ജയിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്താണ് മനസ്സിലാക്കാൻ, കാരണം ഈ അർജന്റീന ടീം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരങ്ങൾ മനസ്സിലാക്കാൻ. കാരണം അറിയോ, നല്ല കളിക്കാരെത്തിയ സമയത്ത് സ്പെയിനെ പോലെ നല്ല ചെക്കന്മാർ, എന്ത് കളിയാ ചെക്കന്മാർ കളിക്കുന്നത്. ബോൾ തൊടാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ അറിയോ, മെസ്സി ഈ അർജന്റീന ടീം പാസ് ഇടുന്ന സമയത്ത് ഒക്കെ ഓല് പിടിച്ചാകുന്നു. ഒക്കെ ഓല് പിടിച്ച് ഓല് നല്ല കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെ വട്ട മൂക്കൊണ്ട് ചാന്നൊക്കെ പഠിപ്പിക്കില്ല. അതേ രൂപത്തിൽ അർജന്റീന ആൾക്കാർ. മെസ്സിയൊന്നും ഇല്ല, മെസ്സിക്കൊന്നും പോലെ മൊത്തം എന്താ അറിയോ, ഒരു 2 മണിക്കൂർ കളിച്ചാൽ ഒരു 2 മിനിറ്റ് പോലും മെസ്സിക്ക് ബോൾ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ, കഷ്ടം തന്നെ. നല്ല എന്ത് പറയാനാണ്. ഓലപ്പം പിന്നെ എന്താ പറയുക, ലഫറി ബാക്കിയുള്ളവരൊക്കെ ഉള്ള സമയത്ത് ഓല് നല്ലോണം കളിച്ചു. പക്ഷേ ചെക്കന്മാർ സ്പെയിൻ കളിച്ച കളി എന്താ, എന്ത് കളിയാണ് ഓല് കളിച്ചത്, എന്ത് സൂപ്പർ കളിയാണ് ഓല് കളിച്ചത്. ഓലിങ്ങനെ വട്ടം കറക്കി ഇങ്ങനെ മുകളിലെ മൊത്തം ഈ ഗ്രൗണ്ട് മൊത്തം പാസിങ്ങിലൂടെ മാത്രം ഓല് മുന്നേറിയ ടീമാണ്. ഓലെ കാര്യം നോക്കി നല്ലോണം കളിച്ചു, ഫൗള് കളിക്കുക, നല്ലോണം കളിച്ചു അല്ലേ. അത് ശരിക്കും പറയാൻ മാസ് നീക്കുന്നുണ്ടാവും. മനസ്സിലാക്കാൻ എന്താ പറയുക, ഈ അർജന്റീന എന്ന് പറഞ്ഞ ടീമിനോട് നമുക്ക് യാതൊരു വെറുപ്പുമില്ല. മെസ്സിനോടോ ഓരോ ടീമിനോട്. പക്ഷേ അർജന്റീന രാജ്യത്തോട് പലസ്തീൻ എന്ന ഒരു ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അറിയോ, പിന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന അർജന്റീന എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട്. അല്ലേ എന്താ പറയുക, പലസ്തീൻ മക്കൾ, പാവപ്പെട്ട മക്കൾ ഒക്കെ സ്പെയിൻ്റെ കൂടെ ഉള്ളത്. ലോക ജനങ്ങൾ മൊത്തം സ്പെയിൻ്റെ, മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ മൊത്തം സ്പെയിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ കളി എന്ന് പറഞ്ഞാൽ കളിയുമായിട്ട് ഈ ഒരു ബന്ധവുമില്ലാത്ത സംഗതിയാണ് ഈ പറയുന്ന യുദ്ധവും അല്ലെങ്കിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ മതം ഒന്നും ഒരു ബന്ധവുമില്ല. പക്ഷേ എങ്കിലും കൂടി ഓര് കാണിച്ച ചെറ്റത്തരങ്ങൾ എന്താ പറയുക, ലഫറിയെ വരെ മൊത്തം അഴിമതി കാണിച്ചിട്ട് പോലും ഈ ഫൈനൽ തൊടാൻ പറ്റിയിട്ടില്ല. ഇത്രയും കാലം ഓല് കളിച്ച കളിയിൽ ഓല് ഈ മെസ്സിയൊക്കെ കളിച്ച കളി ഇങ്ങനെ നാണം കെട്ട തോൽവി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അവർക്ക്. അർജന്റീന ടീമിന് ഇത്രയും നാണം കെട്ട തോൽവി ഉണ്ടായിട്ടില്ല. കാരണം ഓലൊരു ബോൾ ഉണ്ടാകുമായിരുന്നു. ഓല് 80-ാം മിനിറ്റിൽ മാജിക്ക് കാണിക്കുകയായിരുന്നു. ഇപ്പം മാജിക്കുമില്ല, തേങ്ങയില്ല, 80-ലും ഇല്ല, 100-ലും ഇല്ല. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. ഭയങ്കര സത്യം പറയുകയാണെങ്കിൽ കണ്ടെന്ന് നമുക്ക് തന്നെ ചെറിയ വന്നു പോയി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞ കളിയിലൊക്കെ മനസ്സിലായി. 80-ാം മിനിറ്റും കൊണ്ട് കഴിയുമ്പോൾ ഒരു ജിന്നും കൊണ്ട് കയറലായി അവർക്ക്. ശരിക്കും പറഞ്ഞാൽ പിന്നെ സത്യവും അനീതിയും തമ്മിലുള്ള കളിയാണ് നടന്നത്. അതിൽ സത്യം ജയിച്ചെന്നല്ല, സത്യത്തിൻ്റെ 90% ബോളും ഉള്ളത് സ്പെയിൻ്റെ കൂടെയാണ്. ഓലെ കയ്യിലാണല്ലോ, ഓലെ കാലുമലാണ് സ്പെയിൻ്റെ കൂടെ. ഒരു 10% മാത്രമേ ഈ അർജന്റീന ടീമിന് ബോൾ കിട്ടിയിട്ടുള്ളൂ അല്ലേ. നമ്മളെ സ്പെയിൻ്റെ ഗോളിക്ക് പണിയേ ഉണ്ടായിട്ടില്ല. നല്ല പണി ഉണ്ടാക്കി അർജന്റീന ടീമിന് ഗോളിക്ക്. നല്ല നയിപ്പാ. ഓൻ്റെ ആ പോക്കറ്റ് പണ്ട് കളിച്ച സമയത്ത് ഓൻ്റെ ആ പോക്കറ്റ് ഉണ്ടോ, അതൊന്നും നടന്നിട്ടില്ല പ്രാവശ്യം. ഏതായാലും നാണം കഴിവ് തോലുകയാണ്. ഇങ്ങനെ തോൽവി ശരിക്കും പറഞ്ഞാൽ വളരെ നാണം കെട്ടുക എന്നുള്ളൊരു അഭിപ്രായം. സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്. ഈ അർജന്റീന സ്നേഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ അറിയോ, കളിച്ച് ഒരു കളിയാണിത്. കളി നിങ്ങളെ ഭാഗത്ത് നിൽക്കുകയും ജനങ്ങൾ, നിങ്ങൾ തോറ്റ വിഷമം ഉണ്ടാകുകയായിരുന്നു. ശരിക്കും അർജന്റീന സ്നേഹിച്ച ആൾക്കാർ വരെ ഒരു വെറുക്കേണ്ട ആവശ്യത്തിലേക്ക് വന്നു. കാരണം എന്താ പറയുക, 2 കാരണം കൊണ്ടാണ്. ഒന്നാമത്തെ നല്ലോണം കളിച്ചതാണ്. രണ്ടാമത്തെ കാരണം എന്താ പറയുക, നിങ്ങൾ പൈസ കൊണ്ട് കളിച്ചു. ഏത് വിലക്ക് വാങ്ങി ലെഫറിനെയും ബാക്കിയുള്ള ഫൗളും കളിച്ച് ലെഫറിനെയൊക്കെ വിലക്ക് വാങ്ങി കളിച്ചു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് മാത്രം നിങ്ങളെ കൂടുതൽ ആരും നിൽക്കാത്തത്. കളിയാകുമ്പോൾ അന്തസ്സോട് കളിച്ച് സ്പെയിനൊക്കെ കളിച്ച കളി എന്താ, നിങ്ങൾ 100 ജന്മം എടുത്താലും ഈ സ്പെയിനെ പോലെ ടീമിന് തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു കാലം തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അമ്മാതിരി മാസ് ചെക്കന്മാർ തകർത്താടിയ കളിയാണ് കണ്ടത് നമ്മൾ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.